ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്താണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞ് നിർത്തിയ കഥ അവിടുന്ന് ഞാൻ വീണ്ടും എൻ്റെ ജീവിതകഥയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളെ രണ്ടുപേരെയും നോക്കണമല്ലോ. അപ്പോൾ ഭർത്താവ് ഒരു സുഖം എന്ന് വെച്ചാൽ എന്താണ്, ആളൊരു ജോലിക്കും ശരിക്കും പോവില്ല. പിന്നെന്താ, അങ്ങനെ ഒരു ജോലിക്കും പോവില്ല, വീട്ടിലിങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. വീട്ടിലിങ്ങനെ ഇരിക്കും, പണിക്കൊന്നും പോവില്ല. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര പ്രശ്നവും അടിയും വർത്താനവും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സമയത്ത് എനിക്കൊരു ഗൾഫിലേക്ക് ഒരു വിസ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗൾഫിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിസ വന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പൈസക്കൊക്കെ ഭയങ്കര ടൈറ്റാണല്ലോ. അപ്പോൾ ആ എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു വിസക്ക് പോകാനും ഗൾഫിൽ പോകാനായിട്ടൊരു 50,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 50,000 രൂപയൊക്കെ റെഡിയാക്കി ഞാൻ ഗൾഫിൽ പോയിട്ട് ഒരുപാട് അവിടെ നിന്നും നമ്മൾ വിചാരിച്ച പോലുള്ളൊരു ഇതുണ്ടായില്ല. അവിടെ നിന്നും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു സൗദിൻ്റെ വീട്ടിലേക്കായിരുന്നു ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സൗദിൻ്റെ വീട്ടിലേക്കാണ് വിസ വന്നത്. അപ്പം ഞാൻ ആ ജോലിക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഒരുപാട് അവിടെയും തന്നെ അറബിൻ്റെ മക്കളും അറബി തള്ളയും ഭയങ്കരമായിട്ട് എന്നെ കഷ്ടപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ എന്ത് കഷ്ടപ്പാടുകളും സഹിച്ച് നിൽക്കാനുള്ളൊരു മനസ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളെ എനിക്ക് പോറ്റണം, എൻ്റെ കുട്ടികളെ നല്ലപോലെ നോക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായാലും എങ്ങനെയൊക്കെയോ നിന്ന് 2 വർഷമായി, 2 കൊല്ലം തികഞ്ഞ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു അവിടെ തമിഴ്നാട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കും പിന്നെ എൻ്റെ കുട്ടികൾക്കും നമ്മളെ കുട്ടികൾക്കും ഒരു സ്ഥലം വേണം. അപ്പം ഞാൻ ഒരു സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പോണ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്ഥലം ഞാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലം വാങ്ങണം, അതിലൊരു ചെറിയ വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും എല്ലാവരും സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഗൾഫിൽ പോയതും അവിടെ ജോലി ചെയ്തതും ഒക്കെ. പക്ഷേ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞിരുന്നു. ആകെ കൈവിട്ട് പോയിരുന്നു. കാരണം ഞാൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവനും ഞാൻ ഭർത്താവിന് അയച്ചു കൊടുക്കും. ഭർത്താവാണെങ്കിൽ ആ പൈസ ആയിട്ട് ഇവിടെ ഭയങ്കര ദൂർത്തടിക്കലും ചിലവാക്കലും, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദൂർത്തടിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ്, എന്തിനാ പറയണേ, ഒരുപാട് അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഗൾഫ് ജീവിതം കഴിഞ്ഞു. 2 വർഷം അവിടെ നിന്നു. 2 വർഷം നിന്ന് നാട്ടിൽ വന്നപ്പോഴേക്കും എൻ്റെ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ 2 വർഷം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടതും വേസ്റ്റായി, പൈസ അയച്ചു കൊടുത്തതും ഒക്കെ വേസ്റ്റായി. എൻ്റെ മക്കളെ ഞാൻ ഭർത്താവിൻ്റെ അടുത്തും വീട്ടുകാരുടെ അടുത്താണ് ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും 2 കൊല്ലം ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ടത് വെറുതായി. ഇവിടെ വന്നപ്പോൾ എൻ്റെ ജീവിതവും ഇല്ലാതായി. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും സമ്മതത്തോടു കൂടി തന്നെ ആയിരുന്നു ഞാൻ പോയത്. പിന്നെ അങ്ങനെ ഞാൻ അവിടെ കുറേ കാലം നിന്ന് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ പിന്നെ ഇവിടെ ജീവിതം തന്നെ മാറി എന്ന് പറഞ്ഞില്ലേ ഫ്രണ്ട്സ്.
അപ്പോൾ എന്താ പറയുക, ഒരുപാട് അങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിലായിരുന്നു ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടുന്ന് ഇവിടെ എത്തി, എൻ്റെ ഇവിടെ എത്തിയപ്പോൾ മൂപ്പര് ആൾ വേറെ കല്യാണം കഴിച്ച പിന്നെ നമുക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ മക്കളായിട്ട് പോരാൻ തീരുമാനിച്ചു, എൻ്റെ വീട്ടിലേക്ക് പോരാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഒരു മോനെ റൂമിലിട്ട് പൂട്ടിയിട്ടിട്ട് മോളെ എൻ്റെ ഒപ്പം പറഞ്ഞയച്ചു. അപ്പോൾ മോൾക്ക് ഒരു 6 വയസ്സും മോനക്കൊരു 5 വയസ്സും, മോൾക്കൊരു 6.5 ഒക്കെ ഉണ്ടാവും, 6.5 വയസ്സും മോൾക്കൊരു 5 വയസ്സായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവരവിടെ പൂട്ടിയിട്ടിട്ട്, അല്ല കുട്ടീനെ അവിടെ പൂട്ടിയിട്ടു, മോനെ പൂട്ടിയിട്ടു. അങ്ങനെ ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ മോളായിട്ട് നാട്ടിലേക്ക്, എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ വന്നു. അങ്ങനെ വന്ന് ഇവിടെ നിന്നു. പിന്നെ എത്ര ആയാലും എൻ്റെ മോനെ കാണാതെ എൻ്റെ മോനെ അവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. കാരണം എൻ്റെ മോൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ടൈമിൽ ഞാൻ പോയി, ഒരു 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ട് എൻ്റെ മോനെ ആരും അറിയാതെ എൻ്റെ മോനെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നു എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഉമ്മയും ഞാനും എൻ്റെ അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഉപ്പ ഉണ്ടായിരുന്നില്ല. ഉപ്പ നന്ന ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഉമ്മയും ഞാനും. അപ്പോൾ ഉമ്മ ഏറെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഞങ്ങളെ വളർത്തിയതും നോക്കിയതൊക്കെ. അതേ ഒരു അവസ്ഥയാണ് ഫ്രണ്ട്സ് എനിക്കും ഉണ്ടായത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ് എനിക്കുണ്ടായ അനുഭവം. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, എൻ്റെ മോളെ. അപ്പോൾ എൻ്റെ മോളെയും ഞാനൊരു ജോലിക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ എൻ്റെ മോളെയും നോക്കാനും ആളുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പിന്നെ എൻ്റെ മോളെ ഒരു എത്തിങ്ങാനയിലും ചേർത്തി, മോളെ എത്തിങ്ങാനയിൽ ചേർത്തി. അങ്ങനെ ഞാനൊരു ജോലിക്ക് പോക്ക് തുടങ്ങി. അപ്പം എൻ്റെ ജോലി അങ്ങനത്തെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്കൊന്നും വരാനും നിൽക്കാനും ഒന്നും പറ്റാത്തൊരു ജോലിയായിരുന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയി എപ്പോഴെങ്കിലും വന്നു, കുട്ടികളെ കാണും, കുട്ടികളെ ലീവുള്ളപ്പോൾ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഫ്രണ്ട്സ് മക്കളെ വളർത്തിയതും എൻ്റെ ജീവിതം ഇന്ന് ഇത്രയും കാലം ഇവിടേക്ക് എത്തിയതും. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യണത് പിന്നെ ഒരുപാട് വിഷമത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിത കഥകൾ ഇതാണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോടെല്ലാവരോടും ഞാൻ പിന്നെന്താണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബാക്കി വീഡിയോ ഉടൻ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.